എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗം 14-ാമത്തെ ശ്ലോകം. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഃ ആഗമാവായിനോ നിത്യാഃ താസ്തിതിക്ഷസ്വ ഭാരത. കൗന്ദേയ, മാത്രാസ്പർശാഃ തു ശീതോഷ്ണ സുഖ ദുഃഖദാഃ ആഗമാവായിനഃ അനിത്യാഃ താൻ ഭാരത തിതിക്ഷസ്വ. അല്ലയോ അർജുന, ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളും തമ്മിലുള്ള ബന്ധം മൂലമാണ് തണുപ്പും ചൂടും സുഖവും ദുഃഖവും അറിയാൻ ഇടവരുന്നതും. അവയെല്ലാം വന്നും പോയി വിധിക്കുന്നവയും അനിത്യങ്ങളുമാകുന്നു. അവയെ ധീരമായി സഹിക്കുക. അർജുനോട് ഭഗവാൻ പറയുകയാണ്, ഇന്ദ്രിയങ്ങൾ, അതുപോലെ ഇന്ദ്രിയങ്ങൾക്ക് അധീനപ്പെടുന്നതായ വിഷയങ്ങൾ, ഇവ തമ്മിലുള്ളതായ സംബന്ധം മൂലമാണ് നമുക്ക് തണുപ്പ്, അതുപോലെ ചൂട്, സുഖം, ദുഃഖം എന്നൊക്കെ അറിയാൻ ഇടവരുന്നത്. ഇതെല്ലാം അനിത്യങ്ങളായിട്ടുള്ള സംഭവങ്ങളാണ്. ചിലപ്പോൾ ചൂടുണ്ടാവും, ചിലപ്പോൾ തണുപ്പുണ്ടാവും, ചിലപ്പോൾ സുഖമുണ്ടാവും, ചിലപ്പോൾ ദുഃഖവും ഉണ്ടാവും. അതൊക്കെ അതാത് കാലത്ത് വരുന്നതാണ്. അതൊക്കെ സഹിക്കുവാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം എന്നിവിടെ സൂചിപ്പിക്കുന്നു. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഃ ആഗമാവായിനോ നിത്യാഃ താസ്തിതിക്ഷസ്വ ഭാരത. നന്ദി, നമസ്കാരം.